ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ രണ്ട് ഫംഗ്ഷനെ കുറിച്ചാണ്. ടുഡേ ആൻഡ് നൗ ഫംഗ്ഷൻ. ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷനുകളാണ്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ടുഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സലിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ഇന്നത്തെ കറണ്ട് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടുഡേ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈക്വൽ സൈൻ ടുഡേ, ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്യാം, എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും ഈ സെല്ലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ടുഡേ എന്ന് പറയുന്നൊരു ഫോർമുലയാണ്. ടുഡേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ ഫംഗ്ഷനാണ്. വോളറ്റൈൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സൽ ഷീറ്റ് ഇപ്പോൾ സേവ് ചെയ്തിട്ട് നാളെ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാളത്തെ ഡേറ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതായത് എന്നാണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റാണ് ടുഡേ ഫംഗ്ഷൻ ഇവിടെ റിട്ടേൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സൽ ഷീറ്റ് ഓരോ തവണ റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ തവണ റീഫ്രഷ് ആകുമ്പോഴും ഈ ഡേറ്റ് അന്നത്തെ കറണ്ട് ഡേറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അതാണ് ടുഡേ ഫംഗ്ഷൻ. ടുഡേ ഫംഗ്ഷൻ കിട്ടാനായിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് സെമിക്കോളൻ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ഡേറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് സെല്ല് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെല്ലിൻ്റെ ഫോർമുല ബാർ ചെന്ന് കഴിഞ്ഞാൽ ടുഡേ ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ആ സെല്ല് ഡേറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് സെല്ലിലും ഒരേ ഡേറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 5th December 2020. ഓക്കെ, ഈ രണ്ട് സെല്ലിലും ഒരേ ഡേറ്റയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണ് ഞാൻ ഈ ഡാറ്റ ഇവിടെ കൊണ്ടുവന്നത്. ഒന്ന് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിച്ച്, ഒന്ന് ഷോർട്ട് കട്ട് ഉപയോഗിച്ച്. ടുഡേ ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊണ്ടുവന്ന ഈ ഡാറ്റ, ഈ സെല്ലിലെ ഡാറ്റ എന്നാണോ ഈ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന അന്നത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഈ ഡാറ്റ കൊണ്ടുവരാനായിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഈ സെല്ലിൽ പ്രത്യേകിച്ച് ഫോർമുലാസോ കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്തില്ല. ജസ്റ്റ് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് സെമിക്കോളൻ പ്രസ് ചെയ്തപ്പോൾ തന്നെ ഈ ഡാറ്റ ഇവിടെ വന്നു. അതായത് ഇതൊരു സ്റ്റാറ്റിക് ഡാറ്റയാണ്, ഇതൊരു സ്റ്റാറ്റിക് ഡാറ്റ. ഈ രണ്ട് ഡാറ്റയും ഞാൻ കൊണ്ടുവന്നത് ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ടാണ്. ഈ എക്സൽ ഷീറ്റ് ഞാനിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണോ ഞാനിനി ഈ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്ന അന്നത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ആവുക. ഈ F7 എന്ന് പറയുന്ന സെല്ലിൽ ഡിസ്പ്ലേ ആവുക. കാരണം ഇത് ടുഡേ ഫംഗ്ഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സെല്ലുകളിൽ ഈ ഡാറ്റ സെയിം തന്നെയായിരിക്കും. കാരണം ഇത് പ്രത്യേകിച്ച് സെൽ റെഫറൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റെന്തെങ്കിലും ഫോർമുലകളോ ഒന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് ഡാറ്റയാണ്. ഈ ഡാറ്റ എപ്പോഴും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഡാറ്റ എന്ന് പറയുന്നത് ടുഡേ ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. എന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ആയിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക. ഇതുപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് നൗ ഫംഗ്ഷൻ. നൗ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഡേറ്റും ടൈമും കൂടിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഡേറ്റും ടൈമും കൂടിയും ഡിസ്പ്ലേ ചെയ്യാൻ പോകാം. നൗ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൗ ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഡേറ്റും ടൈമും കിട്ടി. അതായത് നൗ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റും അന്നത്തെ നമ്മൾ എടുത്ത കറണ്ട് പർട്ടിക്കുലർ ടൈമും ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ അഗെയിൻ ഒന്നുകൂടി നൗ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, രണ്ടും അതായത് ഈ എക്സൽ ഫയൽ എപ്പോഴൊക്കെ റീകാൽക്കുലേറ്റ് ആവുകയോ അല്ലെങ്കിൽ റീഫ്രഷ് ആവുകയോ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് ഡാറ്റയും മാറിക്കൊണ്ടിരിക്കും. അതായത് ഈ രണ്ട് ഡാറ്റയും തരുന്നത് ഒരേ വാല്യൂ ആയിരിക്കും. കാരണം രണ്ട് സെല്ലിലും ഒരേ ഫോർമുലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഫോർമുല എൻ്റർ ചെയ്യുന്ന ടൈമിലെ ഡേറ്റും ടൈമുമാണ് ഇവിടെ റിട്ടേൺ ചെയ്യുക. അതേസമയം ഈ എക്സൽ ഷീറ്റ് ഓരോ തവണ റീഫ്രഷ് ആകുമ്പോഴും ഈ ടൈം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ടൈം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഡേറ്റ് മാറുന്നതനുസരിച്ച് ഇതിലെ വാല്യൂസും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടിട്ടാണ് ഈ ഫംഗ്ഷൻ വോളറ്റൈൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർമുല റിസൾട്ട് വോളറ്റൈൽ ആയിരിക്കും. ഇനി നമുക്ക് ഈ നൗ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്ന ഡാറ്റ സ്റ്റാറ്റിക് ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. കൺട്രോൾ കീ പ്ലസ് സെമിക്കോളൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു സ്പേസ് ഇട്ടിട്ട് കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമും കിട്ടും. അപ്പോൾ
ഈ രണ്ട് സെല്ലിലെ ഡാറ്റ എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിരിക്കും. കാരണം ഇത് രണ്ടിലും ഫോർമുല ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടും നൗ ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും ഒരു സ്റ്റാറ്റിക് വാല്യൂ ആണ്. പ്രത്യേകിച്ച് സെൽ റെഫറൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോർമുലയെന്നോ എടുത്തിരിക്കുന്ന വാല്യൂ അല്ല. ജസ്റ്റ് നമ്മൾ ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്ന ഡാറ്റ മാത്രമാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സെല്ലിൽ ടൈം മാത്രമായിട്ട് കിട്ടണം. കറണ്ട് ടൈം എന്ന് പറഞ്ഞിട്ട് ഈ സെല്ലിൽ എനിക്ക് കറണ്ട് ടൈം മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് സെമിക്കോളൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറണ്ട് ടൈം കിട്ടും. അതുപോലെ കറണ്ട് ഡേറ്റ് കിട്ടാനായിട്ട് ആദ്യം പറഞ്ഞ പോലെ കൺട്രോൾ സെമിക്കോളൻ അപ്പോൾ കറണ്ട് ഡേറ്റ് കിട്ടും. ഈ രണ്ട് സെല്ലിലെ ഡാറ്റയും വോളറ്റൈൽ അല്ല. കാരണം ഇത് രണ്ടും ഞാൻ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വരുത്തിയതാണ്. ഞാനിവിടെ ഓരോ ഫോർമുലാസ് ടൈപ്പ് ചെയ്യുമ്പോഴും ഈ സെല്ലുകൾ റീഫ്രഷ് ആകുന്നുണ്ട്. വോളറ്റൈലായിട്ട് ചെയ്തിരിക്കുന്ന സെല്ലുകളെല്ലാം റീഫ്രഷ് ആകുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ അടുത്തത് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ നൗ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടൈം കൊണ്ടുവരുവാണെന്ന് വിചാരിക്കാം. ഇവിടെ ഞാൻ നൗ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ടൈം ടൈപ്പ് ചെയ്യുമ്പോൾ ഈ സെല്ലിലേക്ക് എനിക്ക് ടൈം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ സെല്ലുകളിലെല്ലാം അതേ സമയത്ത് തന്നെ അപ്ഡേറ്റ് ആവുന്നത്. കാരണം ഈ ഫംഗ്ഷൻ ഞാനിവിടെ ഫംഗ്ഷൻ എൻ്റർ ചെയ്ത അതേ മൊമെൻറ്റിൽ എക്സൽ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ ഈ നൗ ഫംഗ്ഷൻ എഗെയിൻ കോൾ ചെയ്തിട്ട് കറണ്ട് ടൈം എടുത്തിരിക്കുകയാണ് ഈ സെല്ലിലേക്ക്. ഇങ്ങനെയാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ ടുഡേ ഫംഗ്ഷനും നൗ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുക.